നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററാണ്. അതായത് നമ്മുടെ ഏത് ആഘോഷമായി കഴിഞ്ഞാലും എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു സ്ഥലമാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്റർ എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും വലിയൊരു സ്ഥാപനമാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാൽ തന്നെ വലിയൊരു സ്പേസ് ഉണ്ട്. മൊത്തം നമ്മുടെ ഫാൻസി ആയിട്ട് ആയി കഴിഞ്ഞാലും മറ്റെല്ലാ സംഭവങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഓഫറുകൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പെരുന്നാൾ വരാൻ പോകുന്നു, അതിൻ്റേതായിട്ടുള്ള ഓഫറുകൾ വേറെയും വരാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ചിത്രീകരിക്കുന്ന നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. 2 സമ്മാനങ്ങളാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, കൂടെ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻ്റർ നൽകുന്ന സമ്മാനം. ഈ 2 സമ്മാനങ്ങൾ നേടുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ആ ഫാമിലിയെ തേടിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പേരെന്ത്? അബ്ദുവിടെ. സ്ഥലം ഇവിടെ? പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി. ഏത് പാപ്പിനിശ്ശേരിയാണ്? നമ്മുടെ പാലുള്ള പാപ്പിനിശ്ശേരിയാണോ അല്ല പാലില്ലാത്ത പാപ്പിനിശ്ശേരി? പാലുള്ള പാപ്പിനിശ്ശേരിയാണ്. ഇപ്പോഴത്തെ പാലത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ പാലത്തിന്റെ അവസ്ഥ കുഴപ്പമില്ല. വീണ്ടും ഒന്നുകൂടി ഒന്ന് റെഡിയാക്കി ചെയ്തപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പാലം ഒന്നും കൂടി ക്ലിയർ ആക്കിയതിനു ശേഷം അതിന് മുകളിലോട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? SM കോളേജ്. SM കോളേജ്. എന്തിനു പഠിക്കുന്നു? ഡിഗ്രി. എങ്ങനെയുണ്ട് SM കോളേജിൽ പഠനമൊക്കെ? നല്ല. ഈ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ SM കോളേജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. അതായത് പരിപാടി ആയി കഴിഞ്ഞാലും കായിക പരിപാടി ആയി കഴിഞ്ഞാലും സമരത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പൊ പഴയതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. കുഴപ്പമില്ല. ഈ പണ്ടത്തെ അത്രയും കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ടോ അവിടെ? കുട്ടികളൊന്നും എല്ലാരും ഉണ്ട്. കോളേജിലുള്ള മരങ്ങളൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല, അതൊന്നും ഇല്ല. അതൊക്കെ അവിടെ തന്നെ എല്ലാം കറക്റ്റ്. ഓക്കെ. പിന്നെ വേറെ ഹോബീസ് ഒക്കെ എന്താ? ഹോബി ഡ്രൈവ് ചെയ്യും, ലോങ് ഡ്രൈവിനോ ജിമ്മിനോ. ഇപ്പം ഓൾറെഡി പോകുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു ഇഞ്ചറി പറ്റിയിട്ട് പോകുന്നു. ജിമ്മിൽ പോയിട്ട് തന്നെ പറ്റിയാണോ അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു? ഫാമിലി ആയിട്ട് വന്നതാണ്. ഫാമിലി. അപ്പൊ എന്തെങ്കിലും വിശേഷം വല്ലതും ഉണ്ട്? എന്താണ് കല്യാണം വരുന്നുണ്ട് ബ്രദറിന്റെ കല്യാണം? എപ്പോഴാ? മറ്റന്നാളാണ്. ഇപ്പൊ ഷാനിദ് ഭായ് അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കണ്ണൂർ വിഷന്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസ നേരെയാണ്. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കും. ഓക്കെ. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകിയ സമ്മാനമുണ്ട്, കൂടെ നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ നൽകിയ സമ്മാനമുണ്ട്. 2 സമ്മാനം. ചോദിച്ചാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കൊക്കെ ഉള്ളതാണ്. മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മരങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. ഉള്ളത് എന്താണോ അതിൻ്റെ പേരിൻ്റെ കൂടെ വി എന്നുള്ള അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അതുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു വിഷമമാണ്. എന്താണ്? അതായത് മനുഷ്യർക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും ഉള്ളതാണ്. അതിൻ്റെ പേരിൻ്റെ കൂടെ വി എന്ന അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അതുണ്ടായിക്കഴിഞ്ഞാൽ പലർക്കും അതൊരു വിഷമമാണ്. എങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മരങ്ങൾക്കുണ്ട്. അതിന്റെ ലാസ്റ്റ് എന്താണ് ഇത്? മനുഷ്യർക്കും മൃഗങ്ങൾക്കും അതോ മരത്തിനൊക്കെ ഉള്ളത്. അതിന്റെ പേരിന്റെ കൂടെ വി എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ അത് ആർക്കുണ്ടായാലും അതൊരു വിഷമമാണ്. എന്താ? മറവിയാണ്. മറവിയല്ല. രക്ഷയില്ല. ലാസ്റ്റ് വി ആഡ് ചെയ്യണം. പുള്ളിക്കാരൻ വി വെച്ച് പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും സന്തോഷം. കാണാം. താങ്ക് യു. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ 2 സൗകര്യമാർ നമ്മൾക്കറിയാം. നമ്മുടെ വളകൾ, കമ്മലുകൾ, ഇതൊക്കെയുള്ള ഒരു സെക്ഷനാണ് ഉള്ളത്. അടുത്തോട്ടുണ്ട് നമ്മുടെ സൗകര്യയുടെ കയ്യിൽ ഒരുപാട് കമ്മലൊക്കെ ഉണ്ട്. വലുതും ചെറുതായിട്ട് കമ്മലൊക്കെയാണ്. പേരെന്താ? എസ്സ. എവിടെ സ്ഥലം? ചാലാട്. ഓക്കെ. പേര്? മിസ്ന. ചാലാട്, മാട്ടൂല്. അപ്പൊ നിങ്ങൾ 2 പേരും അറിയില്ല? അത് ശരി. ഇപ്പൊ 2 പേരും 2 വയ്ക്കുന്ന വന്ന ആൾക്കാരാണ്. ഞാൻ ഒരു ഫാമിലിയാണ്. കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. എന്തിനു പഠിക്കുന്നു? പ്ലസ് 2 കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ? നിങ്ങൾ 8th. അപ്പൊ ഇനി 8th. ഓക്കെ. ഏത് സ്കൂളിലാ? PJ. നിങ്ങൾ? അപ്പം പർച്ചേസ് കഴിഞ്ഞോ? നിങ്ങൾ മെയിനായിട്ട് കമ്മലാണോ വാങ്ങിച്ചത്? നിങ്ങൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഡ്രസ്സ് നിങ്ങൾ തന്നെയാണോ കളറും അതിന്റെ മോഡലൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളാണോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാൾക്കാരാണോ? ആൾക്കാരാണ് സെലക്ട് ചെയ്തത്. ഓക്കെ. കമ്മല് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താണോ അല്ലെങ്കിൽ വേറെ സെലക്ട് ചെയ്താണോ? അപ്പോൾ നമ്മുടെ വീട്ടുകാർ പറയുന്ന ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ അത് പ്രത്യേക ഒരു മധുരമാണല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞാൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, അതുപോലെ തന്നെ ഫാമിലി വെഡ്ഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനമാണ്. അതായത് 2 പേരും പഠിക്കുകയാണ്. +1 കഴിഞ്ഞു അല്ലേ? +2 കഴിഞ്ഞു. ഇപ്പോൾ 8ാം ക്ലാസ്സിലെത്തി. ചോദ്യം മനുഷ്യർക്കുണ്ട്. എന്താണെന്ന് പറയുന്നത്? ഇത് മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മരങ്ങൾക്കുണ്ട്. അതായത് മനുഷ്യർക്കും
മൃഗങ്ങൾക്കും മരങ്ങൾക്കും ഉള്ളതാണ്. എന്താണ് ഉള്ളത്? അതിൻ്റെ കൂടെ വി എന്ന ഇംഗ്ലീഷ് അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാണ്. എങ്കിലെന്താ? മനുഷ്യർക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കും ഒക്കെ ഉള്ളതാണ്. ആ ഉള്ളതിൻ്റെ പേരിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരം വി ചേർത്ത് കഴിഞ്ഞാൽ അതാർക്ക് വന്നാലും അതൊരു ഭയങ്കര വിഷമമാണ്. വിഷമമാണ്. മനുഷ്യർക്കുള്ളതാണ്, മൃഗങ്ങൾക്കുള്ളതാണ്, മരത്തിലുള്ളതാണ്. എന്താണോ അത് അതിൻ്റെ പേരിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരം വി ചേർത്ത് കഴിഞ്ഞാൽ അതാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും അതൊരു വിഷമം. രക്ഷയില്ല. സഹു രക്ഷയില്ല. രണ്ടുപേർക്കും കിട്ടിയില്ല. അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. വളരെ സന്തോഷം കണ്ടതിൽ. താങ്ക് യു. ഓക്കെ. ഹായ് മോളു. ഹലോ. എന്താ മോളുടെ പേര്? അടിപൊളി പേര്, നയർമല്യ. വീട് എവിടെയാ? കുറുവ. കൂടെ ആരൊക്കെ വന്നിരിക്കുന്നു മോളുടെ കൂടെ? അമ്മയും അമ്മേന്റെ ആന്റിയും. അമ്മയും ആന്റിയും. ഓക്കെ, ഒന്ന് അടുത്തോട്ട് വാ. ഇവിടെ മേഡത്തിന്റെ പേര്? സിന്ധു. മേഡം കുറുവൊക്കെ എവിടെയാണ് താമസിച്ചത്? കുറുവയിൽ എവിടെയാ? ഞാൻ അഴീക്കോട്. എവിടെ? അഴീക്കോട് ഏത് ഭാഗത്താ? ഒരുപാട് പാറകളൊക്കെ ഉണ്ട്. കടപ്പുറം റോഡാണ്. ഓക്കെ. ഈ പിന്നെ കടപ്പുറം റോഡിലൂടെ എത്ര ബസ് പോകുന്നുണ്ട്? 5 ബസ്. 5 ബസ്. രാവിലെ ഫസ്റ്റ് ബസ് കണ്ണൂരേക്ക് എത്ര മണിക്കാ? 6:20 തോണിയാൻ എന്ന് പറഞ്ഞ ബസ് 6:20 നമ്മുടെ അഴീക്കോട് കടപ്പുറത്ത് നിന്ന് കണ്ണൂരേക്ക് വരുന്നത്. രാത്രി നിങ്ങളുടെ കടപ്പുറത്തേക്ക് എത്ര മണിക്കാണ് കണ്ണൂരിൽ? കണ്ണൂരിന്ന് 7:30. പിന്നെ ബസ്സില്ല. പിന്നെ ഓട്ടോ ഓടിച്ച് വരണം. ഏത് ബസ്സാണ് ലാസ്റ്റ്? നവദുർഗ. അപ്പം ബാക്കി 3 ബസ്സിന്റെ പേര്? നവദുർഗ, ലക്ഷ്മി ഗോപാൽ, കെ സൺസ്, ആയിഷ, തോണിയാൻ. അങ്ങനെ ആയിരിക്കണം. ഒറ്റക്കാരി. എനിക്കറിയാം, എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ബസ്സിന്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. അതായത് എത്ര ആൾക്കാർക്ക് നമ്മുടെ വീട്ടിന്റെ അടുത്തോട്ട് പോകുന്ന ഒരു 3-4 ബസ്സിന്റെ പേര് അറിയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഓക്കെ. മേഡത്തിന്റെ പേര്? ദിവ്യ. മേഡം എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. മേഡം ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ അധ്യാപികയാണ്. എവിടെയാ? വളപട്ടണം താജിൽ. എത്ര വർഷമായിട്ട്? 22 വർഷം. ശരി. അപ്പം ഒരു അധ്യാപികയോടാണ് നമ്മുടെ ചോദ്യം ശ്രദ്ധിച്ചോണ്ടിനി. ഓക്കെ. മോൾക്ക് ഇഷ്ടം. അപ്പം എത്ര ക്ലാസ് നമ്മൾ പഠിക്കുന്നത്? 3. തിരിഞ്ഞേക്ക്. 3. സ്കൂളിന്റെ പേര്? ഭാർഗവി. ഓക്കെ. ഭാരത വിദ്യാഭവനിലാണ്. ഏറ്റവും ഈസിയുള്ള സബ്ജക്റ്റ് ഏതാ നമുക്ക്? മാത്സ്. സിമ്പിളാ? എല്ലാവരും പറയുന്ന ടഫ്. ശരിക്കും ടീച്ചറെ, പിന്നെ പലപ്പോഴും കുട്ടികളൊക്കെ പറയുന്നത് കണക്കാണ് ടഫ് എന്നുള്ളൂ. ശരിക്കും മോള് ഈസിയാണെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ ഓരോ വിദ്യാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആയിരിക്കും ഏറ്റവും കുറച്ച് കട്ടി എന്ന് പറഞ്ഞു? കണക്ക് ടഫ് ആവാൻ കാരണം അതിൻ്റെ ബേസിക് ആയ മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, എഡിഷൻ, ഡിവിഷൻ ഇതൊന്നും ശരിക്കും അറിയാത്ത കഴിയുമ്പോൾ ഇത് വലിയ കുട്ടികളാകുമ്പോൾ അത് ടഫാണ്. ഇതൊക്കെ ബേസിക്കായി പഠിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഈസിയാണ്. കണക്ക് ഈസിയാണ്. ചാക്കോ മാഷ് പറഞ്ഞ പോലെയല്ല അല്ലേ? ഓക്കെ. മോള് പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടോ? ആകാശദേശത്തു മാരിപ്പരപ്പേലു മാവ വളർത്തുന്ന നീലമാകുന്നു ഞാൻ. വള്ളിപ്പടർപ്പിനും മാമരച്ചാർത്തേനും നല്ലൊരു ശോഭയെ കീടുന്ന പച്ച ഞാൻ. അന്തിമേഘത്തിലും ചെന്താമരയിലും ചന്തം താഴപ്പിച്ചു മിന്നും ചുവപ്പു ഞാൻ. വാഴപ്പഴത്തിനും കൊന്നതൻ പൂവിനും വാരുറ്റ കാന്തിയരുളുന്ന മഞ്ഞനൻ. പിച്ചകപ്പൂവിനും തൂവെണ്ണിലവീനും മെച്ചമേറും പ്രഭ നൽകും വെളുപ്പു ഞാൻ. കാക്കതൻ തൂവലിൽ കൂരിരുൾ ചാർത്തിനും നീക്കമില്ലാതഴകേറ്റും കറപ്പു ഞാൻ. ഘോരസിംഹത്തിൻ്റെ കുഞ്ചിരോമത്തിനും ചാരുത ചേർക്കുന്നു ഞാൻ തവിട്ടു നേരം. നിങ്ങളെല്ലാവരും ഒന്ന് പോരൊന്നിച്ചു മങ്ങി വരത്തുന്നു പാരേനും വാനേനും. അടിപൊളി. എന്താ അറിയോ, ഈ പാട്ടിനൊരു ഗുണമുണ്ട്. നമുക്ക് ഓരോ നിറത്തിനും ഓരോ ഗുണമുണ്ട് എന്ന് പറയും നമുക്ക് അല്ലേ? രാത്രി കറുപ്പിൻ്റായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പഴത്തിനും കൊന്നക്കൊക്കെ മഞ്ഞ, ഓരോ നിറത്തിൻ്റെയും സവിശേഷതകളാണ് മോളി പാട്ടിലൂടെ പാടിയിരിക്കുന്നത്. അടിപൊളി സംഭവം. ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന പാട്ടാണോ ടീച്ചറെ? ആരുടെ കവിത അത്? അല്ലേ? അപ്പം എന്തായാലും അടിപൊളി സംഭവം അല്ലേ? നമ്മൾ ഇതുപോലെ പലപ്പോഴും ചെറിയ കുട്ടികളെടുക്കുന്നൊക്കെ നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ ശേഖരിക്കേണ്ടി വരും. അപ്പം ഇനി ചെറിയൊരു ചോദ്യം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് മനുഷ്യർക്കിതുണ്ട്,
മരങ്ങൾക്കിതുണ്ട്, മൃഗങ്ങൾക്കും ഇതുണ്ട്. മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മരങ്ങൾക്കുണ്ട്. എന്താണോ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരം വി ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പലർക്കും ഒരു വിഷമമായിട്ട് മാറും. മരങ്ങൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്. ആ ഉള്ളതിൻ്റെ പേരിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരം വി ചേർന്ന് കഴിഞ്ഞാൽ അത് ആർക്ക് വന്നാലും വിഷമമാണ്. ഭയങ്കര വിഷമമാണ്. അത് കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞാൽ വിഷമമാണ്. പിന്നെ ഒരു സംഘടനയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വിഷമമാണ്. മരങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഉള്ളത് ശ്വസനമാണ്. അതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും. മരത്തിന് ഇത് കട്ടിയുള്ളതാണ്, മനുഷ്യർക്ക് ഇത് കട്ടി കുറവാണ്, മൃഗങ്ങൾക്ക് ചിലപ്പോൾ കട്ടി കൂടുതലുണ്ടാവും. അതിൻ്റെ കൂടെ വി എന്ന അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ തൊക്കല്ല, ഏതാണ്ട് അതിൻ്റെ ഉച്ചാരണത്തോട് അടുത്ത് വരും. ഫസ്റ്റ് ഇപ്പം പറഞ്ഞതിൻ്റെ ആ ഫസ്റ്റത്തെ ഭാഗം മാത്രം കട്ടിയിട്ട് ഇംഗ്ലീഷിൽ വി ചേർത്താൽ മതി. വിക്കല്ല, സ്കിന്നിനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? തൊക്ക് എന്നല്ലേ പറയും? ഇല്ല, തോൽവി. അതെ, രാഷ്ട്രീയ പാർട്ടി തോൽവി ഭയങ്കര പ്രശ്നം. പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടിയെ കഴിഞ്ഞാലും തോൽവി പ്രശ്നം. നമ്മൾ ഓട്ട മത്സരം പങ്കെടുക്കുന്ന ആൾക്കാരെ കഴിഞ്ഞാലും എല്ലാവർക്കും പ്രശ്നം. ഉത്തരം തോൽവിയാണ്. അതായത് നമ്മുടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കൊക്കെ ഉള്ളതാണ് തോൽ എന്ന് പറയുന്നത്. അത് മരത്തിൻ്റെ തോൽ ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും, മൃഗത്തിൻ്റെ കുറച്ച് കട്ടി കുറഞ്ഞായിരിക്കും, മനുഷ്യർക്ക് ഇച്ചിരി കട്ടി കുറഞ്ഞായിരിക്കും. പക്ഷേ കട്ടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉത്തരം തോലാണ്. തോൽ എന്നുള്ളതിൻ്റെ കൂടെ വി എന്ന അക്ഷരം ചേർത്ത് കഴിഞ്ഞാൽ തോൽവി. അത് രാഷ്ട്രീയ പാർട്ടിക്കായി കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്കായി കഴിഞ്ഞാലും ഏത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും തോൽവി സംഭവിച്ചാൽ അതൊരു വിഷമമാണ്. അപ്പം തോൽവി ഉണ്ടാവാതിരിക്കട്ടെ, എപ്പോഴും എല്ലാവരും വിജയിച്ചുകൊണ്ടിരിക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർക്കാണ് സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. യെസ്, അപ്പം മനുഷ്യർക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കുള്ളത് തോൽ, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരം വി ചേർത്താൽ തോൽവി. ഉത്തരമുള്ള ടീച്ചർക്ക് നമ്മുടെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം, കൂടെ നമ്മുടെ സ്വന്തം ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ നൽകുന്ന പ്രസന്റ്. ഓക്കെ, നമുക്ക് കാണാം. താങ്ക് യു. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഒരുപാട് തവണ തോറ്റ ഒരാളാണ്, തോൽവി ഏറ്റുവാങ്ങിയ ആളാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് തവണ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ പല ആൾക്കാരും തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മൾ തോൽവിയിലൂടെയാണ് വിജയം പഠിക്കുന്നതെന്ന് പറയാറ്, അല്ലേ? എന്തായാലും തോൽവി ചിലത് അറിഞ്ഞിരിക്കണം. തോൽവിയുടെ എന്താ പറയുക, കയ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം, വിജയത്തിൻ്റെ മധുരവും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യവും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.